ഹലോ, വെൽക്കം ടു കിച്ചൻ ഡിലൈറ്റ്സ്. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു മിക്സ്ചറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അവൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് ഓയിൽ ഉപയോഗിച്ച് എങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് നല്ല കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം, ഇല്ലെങ്കിൽ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. റെഡിയാകുമ്പോൾ ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അതേ എണ്ണയിലേക്ക് തന്നെ 1 കപ്പ് നിലക്കടല ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വറുത്ത് കിട്ടാനായിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ സമയമെടുക്കും. നന്നായിട്ട് കളറൊക്കെ മാറി പൊട്ടി തുടങ്ങുന്നത് വരെ നമ്മളിത് വറുത്തെടുക്കണം. ഇതും നമുക്കിനി കോരി മാറ്റി വയ്ക്കാം. ഇനി 1/2 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. എണ്ണ വളരെ കുറവാണ് തോന്നുവാണെങ്കിൽ 1 ടീസ്പൂൺ എണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കടലയൊക്കെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്ത് കിട്ടും. ഇതെല്ലാം റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്ത് കടിച്ച് നോക്കിയാൽ മതി. വറുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതും നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ കൂടി ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ കുറച്ചധികം തന്നെ ചേർക്കാറുണ്ട്. കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 4 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. കനം കുറഞ്ഞ അവലാണ് ഉപയോഗിക്കേണ്ടത്. വെള്ള അവലോ അല്ലെങ്കിൽ ചുവന്ന അവലോ ഉപയോഗിക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അവൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും. അവൽ ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊടിക്കാതെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചസാര ക്രിസ്റ്റലായിട്ട് തന്നെ കിടക്കും. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും നമുക്ക് പഞ്ചസാരയോ ഉപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മിക്സ്ചറിന് എത്രമാത്രം മധുരമാണ് നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ കൂടെ കാഷ്യൂ നട്ട്സും അതേപോലെ റൈസിൻസും നമുക്ക് ഫ്രൈ ചെയ്ത് ചേർക്കാവുന്നതാണ്. എളുപ്പത്തിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ടോസ് ചെയ്തെടുത്താൽ മതി. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിലും എളുപ്പമായിരിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അവൽ മിക്സ്ചർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.